എടി നീ എന്റെ കയ്യിലേ ഒരു രാഖി കിട്ടുന്നോട്ടാ. എന്തിനാടാ രാഖി കിട്ടിയിട്ട്? കഴുത്തിൽ നമ്മ മാലിറങ്ങിയപ്പോ ഒരു ശക്തി പറഞ്ഞ പോലെ ഈ രാഖിയാണെങ്കിൽ നമുക്ക് സിഗ്നാന്ന് തോന്നും. അല്ലെങ്കിൽ അറിയാണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിന് മനസ്സിൽ കയറിയാലേ. എന്നാ നമുക്ക് അറിഞ്ഞിട്ട് ശൂലം കയറ്റേണ്ടി വരും. ഇനോട്ട് സിഗ്മയാന്ന് പറഞ്ഞിട്ട് നീ അന്ന് പ്രതിജ്ഞ എടുത്ത ഓർമ്മയുണ്ടാ? RX100 ഹെഡിന് എന്തായാലും നീ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ അയക്കുന്നുണ്ട്. ആ GPay നമ്പർ പറ. എന്താ ശരി, പൈസക്ക് എനിക്ക് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നല്ല. പിന്നെ ചാട്ടാ ചേച്ചിയുടെ പിന്നാലെ ഇങ്ങനെ പട്ടീനെ പോലെ നടക്കണായിട്ട് സങ്കടമായിട്ട് വന്നാ. ഇതിനിപ്പോ നിനക്ക് ഞാൻ തന്ന പൈസക്കാൾ കൂടുതൽ വിലയുണ്ട്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ശരി പോട്ടെ. ഏയ് സാധനം കൊണ്ടുപോണില്ലേ? അതിപ്പോ നിന്റെ കയ്യിൽ വെച്ചോ. ഇനിയിപ്പോ എന്റെ കയ്യിലെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സർപ്രൈസ് പൊളിഞ്ഞാലോ. പോട്ടെ. അതേ ഇതിനി വേറെ ആർക്കും കൊടുക്കല്ലേട്ടാ. പ്ലീസ്. മലക്ക് പോയിട്ട് കയ്യും വിഷം ഒന്നുമില്ലേ? അപ്പാരോടൊന്നും കൊണ്ടുവന്നില്ലാടാ. എടിയേ, ഈ മലയ്ക്ക് പോണവരെ മെയിൻ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഈ വൃദ്ധ എടുത്ത് കെട്ടുന്നറച്ച് മലയ്ക്ക് പോകണല്ലേ ബുദ്ധിമുട്ട്. നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് കെട്ടിപ്പറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്. നിന്റെ പോലത്തെ കൊറോണുണ്ട് മല ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പം എന്തേ അരവണ എന്ന് ചോദിക്കാനായിട്ട് 440 അരവണില്ലേ ഈ ജിഞ്ചനെ സിമ്മിന്റെ ചാക്ക് ചുമന്നുകൊണ്ടല്ലോ കൊണ്ടുവന്ന്. ഞാൻ പോവാണ്. പെണങ്ങല്ലടാ. ഞാൻ പോയിട്ട് വരുമ്പോഴേ അരവണ കൊണ്ടുവരും. അറ്റ്ലീസ്റ്റ് ഒരു അരണേനെങ്കിലും ഞാൻ കൊണ്ടുവരും. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഞാൻ നിന്നെ കാണാതിരിക്കുന്നു. നീ ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. ആ ഒരു കാര്യമുണ്ട്. അല്ല ഏയ് നീ അല്ലേ എന്നോട് എന്തോ ആദ്യം പറയാണ്ടെന്ന് പറഞ്ഞു. അത് പറ. നീ പറ. ഏയ് ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, അപ്പൊ ആദ്യം നീ തന്നെ പറയണം. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ചിലപ്പോ അത് കേൾക്കുമ്പോ എനിക്ക് വിഷമാവാൻ സാധ്യതയുണ്ട്. ആരെയും പ്രേമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വാക്ക് മാറ്റാണോ? അതല്ലടാ പൊട്ട. അതല്ലേ, അപ്പൊ കുഴപ്പമില്ല. യു കണ്ടിന്യൂ. ഞാൻ കൊറേ അന്വേഷിച്ച് നടന്ന സാധനം ഇല്ലേ, RX100 ഹെഡ്, അതെനിക്ക് കിട്ടി. എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഇല്ലേ, തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയേ? അപ്പൊ ഞാനിനിയിപ്പോ അത് നോക്കി നടക്കേണ്ട ആവശ്യമില്ലല്ലേ? ഇഷ്ടാന്ന് പറഞ്ഞു നടക്കണ പോലെ അല്ല, ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്. വെറുതെ അല്ല ഞാൻ വിളിച്ച് ഫ്രണ്ടാക്കിയത്. അതേ, അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് നീ ഇതുവരെ ചോദിച്ചില്ലല്ലോ. അയ്യോ, അതെന്തായിരുന്നു? ചില സമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് എത്ര നന്നായി പഠിച്ചാലും സെക്കൻഡായി പോവാറില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ എഫേർട്ട് എടുത്തില്ല എന്നല്ലല്ലോ. പരീക്ഷയാ? ഏത് പരീക്ഷ? നീ എന്തൊക്കെ പറയണേ? അതൊരു ഉപമയാ. നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഫസ്റ്റ് കിട്ടിയ ആൾക്കാരെ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കൂ. അപ്പൊ ശരി, വണ്ടി സെറ്റാക്കിയിട്ട് കാണാം.